one me. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇതുപോലത്തെ 3 വഴുതനങ്ങ ഇതിൻ്റെ അറ്റമൊക്കെ തണ്ട് കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കണം. അത് അധികം കനം കുറച്ചും പോകരുത്, അതുപോലെ തന്നെ അധികം കട്ടിയും വരരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വഴുതനങ്ങയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. വെള്ളം അധികം കൂടാൻ പാടില്ല. അപ്പോൾ കോൺഫ്ലവർ ഇടണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മൈദ വേണമെങ്കിലും ഇടാം. രണ്ടും ഇട്ടില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ വഴുതനങ്ങയും നമുക്ക് ഇതിലിട്ട് അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇതുപോലെ അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഓരോ വഴുതനങ്ങയും ചെയ്തെടുക്കാം. എല്ലാ വഴുതനങ്ങയും ഞാനിതുപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് ആയി. ഇപ്പോൾ ഫ്രൈങ് പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പതിയെ. ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താലും മതി. ഇത് മുരിഞ്ഞിട്ടുണ്ട് ഒരു വശം, അപ്പോൾ അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള വഴുതനങ്ങ ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.